വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മൾ നമ്മുടെ പ്രവേശിക്കുകയാണ്. കഴിയുന്നതും സെഷൻ കൂടി കഴിയുന്നതുവരെ ക്ഷമാപൂർവം ഇരിക്കണമെന്ന് പ്രത്യേകമായി സൂചിപ്പിക്കുകയാണ്. അധികം വൈകാതെ തന്നെ, നേരത്തെ അറിയിച്ചതിൽ നിന്നും നേരത്തെ തന്നെ നമ്മുടെ സമാപന സെഷൻ അവസാനിക്കും എന്നുള്ളത് കൊണ്ടാണ് കഴിയുന്നതും ഇത് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന വിധത്തിൽ പ്രതിനിധികൾ ഇരിക്കണമെന്ന് സൂചിപ്പിക്കുന്നു. രാവിലെ 9:30 ആരംഭിച്ച നമ്മുടെ സമ്മേളനം വളരെ പ്രൗഢമായ വിഷയാവതരണങ്ങൾ കൊണ്ട് ധന്യമായി ഈ ഉച്ചയ്ക്ക് ശേഷമുള്ള 2 വിഷയാവതരണം കൂടി കഴിഞ്ഞിരിക്കുകയാണ്. മുഖ്യ പ്രഭാഷണമാണ് ഇനി അവശേഷിക്കുന്നത്. ISMന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ അൻസാരിയാണ് ഈ സമ്മേളനത്തിന്റെ സമാപന പ്രഭാഷണം നിർവഹിക്കുന്നത്. ഈ സമാപന സെഷനിൽ ബഹുമാന്യനായ റവന്യൂ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇവിടെ എത്തിച്ചേരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അദ്ദേഹം ഇവിടെ വന്നു, ഈ പന്തലിൽ വന്ന് പിരിഞ്ഞ സമയത്തായിരുന്നു അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒന്ന് പോയി വരാം എന്ന് പറഞ്ഞു പോയതാണ്. അദ്ദേഹം വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ സെഷനിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നത് KJU നിർവാഹക സമിതി അംഗമായ ബഹുമാന്യനായ PK മുഹമ്മദ് മദനി അവർകളാണ്. ഈ സമാപന സെഷന്റെ അധ്യക്ഷത വഹിക്കുന്നത് ISMന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ സുൽഫിക്കർ അലി അവർകളാണ്. മുഴുവൻ പ്രഭാഷകരെയും നേതാക്കളെയും ഈ സമാപന സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപ്രകാരം ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുവാൻ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള പ്രതിനിധികളെയും പ്രത്യേകിച്ച് ഈ സമാപന സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മുടെ ഈ സമാപന സെഷൻ അവസാനിക്കുമെന്നുള്ളതിനാൽ പ്രതിനിധികൾ ഈ സെഷൻ കൂടി കഴിഞ്ഞ ശേഷമേ പുറത്തിറങ്ങാവൂ എന്ന് സൂചിപ്പിക്കുന്നു. അതേപോലെ ഇവിടുത്തെ സംഘാടകർ അറിയിച്ചതുപോലെ വാഹനങ്ങളിൽ വന്ന ആളുകളുടെ വാഹനങ്ങൾ പുറപ്പെടുകയുള്ളൂ. പ്രത്യേകിച്ചും ട്രെയിനിന് വന്ന ആളുകൾ പോയ ശേഷം, ആ തിരക്ക് കഴിഞ്ഞ ശേഷം മാത്രമേ അവരുടെ വാഹനങ്ങൾ പുറപ്പെടുവാൻ കഴിയുകയുള്ളൂ എന്ന കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്. ഈ സമാപന സെഷനിൽ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ISMന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ സുൽഫിക്കർ അലിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറല്ലാഹ്. ബഹുമാന്യരായ നേതാക്കളെ, വേദിയിലും സദസ്സിലുമുള്ള പരിശുദ്ധ ഖുർആൻ പഠിക്കാനും അത് താല്പര്യപൂർവം മനസ്സിലാക്കാനും വേണ്ടി സഹോദരി സഹോദരന്മാരെ, വളരെ അനുഗ്രഹീതമായ ഈ അവസരത്തിൽ QHLS എന്ന് പറയുന്ന സംവിധാനം കേരളത്തിലെ ഏറ്റവും വലിയ ഖുർആൻ പഠന സംവിധാനമായി മാറിയിരിക്കുകയാണ്. ഇന്ന് കേരളത്തിലെ എല്ലാ ജില്ലകളിലും വ്യവസ്ഥാപിതമായി ഖുർആൻ പഠിക്കാനുള്ള ഒരു അവസരം എന്ന നിലയ്ക്ക് ISMന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതിലെ പഠിതാക്കൾ അല്ലെങ്കിൽ സംഘാടകർ എന്ന നിലയ്ക്ക് നമുക്ക് ചെയ്യാനുള്ള വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കുക മാത്രമാണ് ഞാൻ ഈ അവസരത്തിൽ ഉദ്ദേശിക്കുന്നത്. വ്യക്തിപരമായി തന്നെ നമ്മുടെ ഖുർആൻ പഠന സംവിധാനത്തിന്റെ വളരെ ശ്രദ്ധേയമായ ഒരു വസ്തുതയുണ്ട്. നമ്മുടെ ഓഫീസുകളിൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന, അതല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ നമുക്കൊപ്പം ജോലി ചെയ്യുന്ന മുസ്ലിങ്ങളും എന്നാൽ ഇസ്ലാമിക വിഷയങ്ങളിൽ താല്പര്യമില്ലാത്ത, പല കാരണത്താൽ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. പലപ്പോഴും നമ്മളൊക്കെയും എഴുതിത്തള്ളാറുള്ള, അതല്ലെങ്കിൽ ഇസ്ലാമിൻ്റെതായ യാതൊരു ലക്ഷണങ്ങളും പ്രകടിപ്പിക്കാത്ത
ഒരുപാട് സഹപ്രവർത്തകരോ സഹോദരന്മാരോ നമുക്കൊപ്പം ജോലി ചെയ്യാറോ അതല്ലെങ്കിൽ നമ്മുടെയൊക്കെ കൂടെ നിലനിൽക്കാറോ ഉണ്ട്. ഈ ആളുകൾക്ക് ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ഇസ്ലാമിനെ മനസ്സിലാക്കാൻ സാധിക്കാതെ അവസരം ലഭിക്കാതെ തന്നെ തിരിച്ചു പോകുന്ന ഒട്ടനവധി അവസരങ്ങൾ നാം കാണുന്നു. അത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തുക എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ നാം കാണേണ്ട ഒരു വിഷയമാണ്. എനിക്ക് ചില സഹപ്രവർത്തകരുണ്ടായിരുന്നു. ഇവർ ജീവിതത്തിന്റെ പ്രധാനമായ ചില അവസരങ്ങളിൽ, പ്രത്യേകിച്ച് റമദാൻ പോലുള്ള സമയമാകുമ്പോൾ ഇസ്ലാമിനെ കുറിച്ച് അറിയാനും ഖിബല എവിടെ എന്നൊക്കെ അന്വേഷിച്ചുകൊണ്ടൊക്കെ നമ്മുടെ അടുത്തൊക്കെ വരുന്ന ചില ആൾക്കാരുണ്ട്. അവരുടെ വേഷഭൂഷാദികളോ ജീവിത രീതികളിലോ ഒന്നും ഇസ്ലാമിനെ കാണാൻ സാധിക്കുകയില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊന്നും നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, ഞങ്ങൾക്ക് കൃത്യമായി മദ്രസകളിൽ പോകാൻ സാധിച്ചിട്ടില്ല, ഞങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് വളരെ വേദനയോടെ പറയുന്ന ആളുകളെ നിങ്ങൾ നമ്മുടെ ഖുർആൻ പഠന സംവിധാനവുമായി ഒന്ന് ബന്ധം, അതിന്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്റെ പരിചയത്തിലുള്ള ഒരു ഡോക്ടർ, അവർ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ പ്രയാസങ്ങൾ സംഭവിച്ച ഒരു അവസരത്തിൽ നമ്മുടെ പ്രവർത്തകരിൽ ചിലർ അവരെ ഖുർആൻ പഠിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുവരികയും വളരെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട്, ആഴ്ചകൾ കൊണ്ട്, മാസങ്ങൾ കൊണ്ട് അവരുടെ ജീവിതത്തിലും അവരുടെ കുടുംബത്തിലുമൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുകയും ഇന്ന് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നമ്മുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ സജീവമായി നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. MSMനെ പോലെയുള്ള സംഘടനകൾ, അതേപോലെ തന്നെ ISMന്റെ പ്രൊഫഷണൽ വിങ് ഒക്കെ സംഘടിപ്പിക്കുന്ന ഫോക്കസ് പോലുള്ള പരിപാടികളിലൊക്കെ ഒരുപാട് അഭ്യസ്തവിദ്യരായ ആളുകൾ ഇസ്ലാം മതം പഠിക്കാനും അറിയാനും സാഹചര്യമുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് പലതരത്തിലുള്ള അവസാനം യഥാർത്ഥ ഇസ്ലാമിൽ നിന്ന് നാം കാണുന്നുണ്ട്. ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയട്ടെ. പരിശുദ്ധ ഖുർആൻ പരിഭാഷപ്പെടുത്തുന്നതിനെ കുറിച്ച് നമ്മുടെ അഭിപ്രായം എന്താണ്? ഒരു ദിവസം ഒരു സുഹൃത്ത് എന്നോട് പറയുകയുണ്ടായി, കേരളത്തിൽ മുജാഹിദുകൾ ചെയ്ത ഭീമാബദ്ധം എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിച്ചു. അപ്പൊ നമ്മളിങ്ങനെ കുറെ ആലോചിച്ചിട്ടൊരു വലിയൊരു അബദ്ധമൊന്നും നമ്മുടെ മനസ്സിലേക്ക് വന്നില്ല. അപ്പൊ അദ്ദേഹം പറയാണ്, ഖുർആൻ പരിഭാഷപ്പെടുത്തിയതാണ് ഏറ്റവും വലിയ അബദ്ധം എന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, അതെങ്ങനെയാണ് അബദ്ധമാകുക? അതിന് അദ്ദേഹം വിശദീകരിക്കുന്നത്, ഖുർആൻ പരിഭാഷപ്പെടുത്തിയപ്പോൾ ആളുകൾ അറബി പഠിക്കുന്നത് നിർത്തി, ആളുകൾ ഖുർആൻ പരിഭാഷ മാത്രം. അപ്പൊ അറബി ഭാഷയിൽ അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ അറബിയിൽ തന്നെ പഠിക്കണം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ ആൾക്കാരും അറബി പഠിപ്പിക്കുക, ആ അറബിയിലൂടെ അവർ ഖുർആൻ പഠിച്ചോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സൗദിയിലൊക്കെ ചില ഒറ്റപ്പെട്ട ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് ഹോൾസെയിലായി മാർക്കറ്റ് ചെയ്യുന്ന ഇന്റർനെറ്റ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് മാർക്കറ്റ് ചെയ്യുന്ന കുറെ ആളുകൾ, അതിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ സുഹൃത്തുക്കളും പെട്ടുപോകുന്നുണ്ട്. അമുസ്ലിമായ ഒരു മനുഷ്യന് ഖുർആൻ വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ അയാൾ പോലും ആദ്യം അറബി ഭാഷ പഠിക്കട്ടെ. അറബി ഭാഷ പഠിച്ച് സ്വന്തമായ ഒരു ഖുർആൻ പഠിക്കണമെങ്കിൽ അയാൾക്കൊരു ചുരുങ്ങിയത് 5 വർഷം പിടിക്കും. അതും അതിന് വേണ്ട സജ്ജീകരണങ്ങളും സംവിധാനവും ബുദ്ധിശക്തിയും ഒക്കെ ഉള്ള ഒരാൾക്കേ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇത്തരത്തിൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാനും പരിശുദ്ധ ഖുർആൻ വഴികേടിലാക്കുന്ന ഒരു സംവിധാനത്തിലേക്കും ബോധപൂർവമായ ശ്രമങ്ങൾ സയനിസ്റ്റ് ശക്തികളുടെയൊക്കെ പിൻബലത്തോടുകൂടി ഒരുപാട് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്തരം ആളുകളുടെ കുബുദ്ധിയിലേക്കും ഇന്റർനെറ്റ് വലയിലേക്കും ഒന്നും നമ്മൾ പോകാതെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഇതേപോലെയുള്ള ഖുർആൻ പഠന സംവിധാനങ്ങളിലേക്ക് നമ്മുടെ സുഹൃത്തുക്കളെ കൊണ്ടുവരിക. അവിടെ ഒരു അധ്യാപകൻ ഉണ്ടായിരിക്കും, ഉസ്താദ് ഉണ്ടായിരിക്കും. ഉസ്താദുമാർ നഷ്ടപ്പെടുന്നത് ഒരു വലിയ അപകടം തന്നെയാണ്. കാരണം ഇവിടെ ഇന്റർനെറ്റിലൂടെയും മറ്റു സംവിധാനങ്ങളിലൂടെയും ഇസ്ലാം പഠിക്കുന്നവർക്ക്, അതുകൊണ്ട് തന്നെ എല്ലാ അബദ്ധങ്ങളും വ്യതിയാനങ്ങളും അവരുടെ ജീവിതത്തിൽ വരും. അപ്പൊ QHLS-ൽ ഒരു അധ്യാപകൻ ഉണ്ടാകും, ഒരു ഇൻസ്ട്രക്ടർ ഉണ്ടാകും, ഒരു ഉസ്താദ് ഉണ്ടാകും. ആ ഉസ്താദിനോട് ചോദിച്ചുകൊണ്ട് ഡെയിലി നമുക്ക് നമ്മുടെ സംശയങ്ങളും നമ്മുടെ ചോദ്യങ്ങളും നമുക്കുണ്ടാകുന്ന മറ്റെന്തെങ്കിലും വിഷയങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. അത്തരത്തിലുണ്ടാക്കിയ വളരെ ആസൂത്രിതമായ ഒരു സിലബസ് പ്രകാരം ഏതാണ്ട് ഒരു 5 വർഷം 6 വർഷം കൊണ്ട് പരിശുദ്ധ ഖുർആനോട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മുഴുവൻ പഠിക്കാനുള്ള ഒരു സംവിധാനമാണ് QHLS എന്ന് നമ്മളേവരും മനസ്സിലാക്കിയതാണ്. പക്ഷേ
ഇതിന്റെ ലഘുലേഖകളും ഇതിന്റെ പുസ്തകങ്ങളും നമ്മുടെ ഓഫീസിലുള്ള എല്ലാവർക്കും നമ്മൾ കൊടുക്കുക. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളോട് പറയുക, ഇങ്ങനെ സംവിധാനമുണ്ട്, നിങ്ങളൊന്ന് വന്നു ചേരൂ. അങ്ങനെ ചേർന്ന് കിട്ടിയാൽ അതായിരിക്കും ഇത്തരത്തിലുള്ള ആളുകളെ ഹിദായത്ത് നൽകാൻ അല്ലെങ്കിൽ ഹിദായത്ത് ലഭിക്കാനുള്ള ഒരു കാരണം. അങ്ങനെ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ആരെങ്കിലും പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കിക്കൊണ്ട് ഹിദായത്ത് കിട്ടുകയാണെങ്കിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചതുപോലെ അത് മതിയാകും നമുക്ക് പരലോകം രക്ഷപ്പെടാൻ എന്നുള്ള ഈ സമ്മേളനത്തിന്റെ സന്ദേശം ഖുർആൻ പ്രചരണത്തിന്റെ സന്ദേശമാണ് എന്നും ഖുർആനും ഹദീസും പഠിക്കുകയും അതുവഴി ഇഹലോകത്തും പരലോകത്തും നന്മയുടെ വക്താക്കളായി നല്ല മനുഷ്യരായി ജീവിക്കുക എന്നുള്ളൊരു സന്ദേശമാണ് ഈ സമ്മേളനത്തിന് പ്രത്യേകമായി നൽകാനുള്ളത് എന്നുകൂടി മനസ്സിലാക്കുക. സർവശക്തൻ നമ്മുടെ ഈ കൂടിച്ചേരൽ സ്വാലിഹായ ഒരു അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു ചേർന്ന വലുതും ചെറുതുമായ പാപങ്ങൾ അവൻ അവന്റെ മഹത്തായ ഫضل കൊണ്ട് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഈ സമ്മേളനത്തിന് ആശംസ അർപ്പിച്ചുകൊണ്ട് കേരള ജമിയത്തുൽ ഉലമയുടെ നിർവാഹ സമിതി അംഗം കൂടിയായ PK മുഹമ്മദ് മദനി സംസാരിക്കും. അതിനായി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.